ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റിവെക്കാനുണ്ടായിട്ടുള്ള ഏറ്റവും പ്രചോദനമായിട്ടുള്ള കാര്യം ഇന്നലെ ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം, അതിന് മറുപടി എന്ന രൂപത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനമാണ്. നമുക്കറിയാം, ഈ പ്രതിപക്ഷ നേതാവ് കുറെ നാളായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1971 തലശ്ശേരി കലാപം നടക്കുമ്പോൾ കൂത്തുപറമ്പ് MLA ആണ് സഖാവ് പിണറായി വിജയൻ. ആ കലാപം അടിച്ചമർത്താൻ വേണ്ടി, കലാപം വ്യാപിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഒരു അംബാസഡർ കാർഡിൽ ഒരു കൊടിയും വച്ച് കെട്ടി കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് സഖാവ് പിണറായി വിജയൻ ഇറങ്ങിപ്പോകുമ്പോൾ VD സതീശൻ 1ാം ക്ലാസ്സിൽ പഠിക്കുക. അതിനുശേഷം അടിയന്തരാവസ്ഥ 1975 മുതൽ 77 വരെ അടിയന്തരാവസ്ഥയുടെ ആ കറുത്ത നാളുകളിൽ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റ് ആ മർദ്ദനമേറ്റ ശരീരവും ഒടിഞ്ഞു നുറുങ്ങിയ അസ്ഥികളും അതുപോലെ കീറിയ ഷർട്ടും ചോര തെറിച്ച ഷർട്ടുമായിട്ട് നിയമസഭയിൽ വന്ന് നിങ്ങൾക്ക് എന്നെ അടിച്ചൊതുക്കാം, പക്ഷെ എന്റെ വാക്കുകളെ തകർക്കാൻ കഴിയില്ലെന്ന് സഖാവ് പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ സഖാവ് ഈ VD സതീശനെ അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുക, വോട്ടവകാശം പോലും ഇല്ല. അതുകൊണ്ട് സഖാവ് പിണറായി വിജയന്റെ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചിട്ട് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ. നിശ്ചിതമായി വിമർശിക്കുമ്പോൾ ജനങ്ങൾക്ക് പോലും ഇഷ്ടപ്പെടാത്ത വാചകങ്ങൾ ഉപയോഗിക്കാൻ എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആദ്യം ഒന്ന് മനസ്സിലാക്കണം.